الله يعلم ما نشكو من الألم وما نعانيه من ضيق ومن سقم لكن لنا فيه ظن لا يخيبنا حاشا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد الذي جاء بالحق المبين المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, തിരുദൂതർ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വലോകങ്ങളുടെയും സയ്യിദായ യജമാനരായ മുത്തുനബി ലോകത്തിതുവരെ ഒരു പടപ്പുകൾക്കും ലഭിച്ചിട്ടില്ലാത്ത മഹാഭാഗ്യം ലഭിച്ചു ഒരൊറ്റ രാവുകൊണ്ട് അവിടുത്തെ ജീവിതത്തിലെ മഹാ അത്ഭുതമായ ഇസ്റാഉം മിഅ്റാജും നടന്ന് തന്റെ യജമാനനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുദാത്തിനെ, ആ ദാത്ത് എങ്ങനെയാണോ എങ്കിൽ അങ്ങനെ തന്നെ നഗ്നനേത്രങ്ങളെ കൊണ്ട് ദർശിച്ച് അള്ളാഹുവിന്റെ തിരു കലാമിനെ മറനീങ്ങി കേൾക്കുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത് ഭൂമി ലോകത്തേക്ക് തന്നെ തിരിച്ചു വന്ന അള്ളാഹുവിന്റെ ഹബീബും ഖലീലുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാസകലം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം തെരഞ്ഞെടുത്ത് നടത്തുന്നതായിരുന്നില്ല ഒന്നും. അവിടുന്ന് ചെയ്തതെല്ലാം അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരവും അള്ളാഹു ഒരുക്കുന്ന വഴിയിലൂടെയുമായിരുന്നു. ത്വായിഫിലേക്ക് പോയതും അങ്ങനെയാണ്. മക്കയിലെ മുശ്രിക്കുകളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. അവർ ചോദിക്കുന്നതിന് പലപ്പോഴും മറുപടിയായി പ്രതികരിക്കുന്നതും ചിലപ്പോൾ മൗനം പാലിക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. തന്റെ ഹബീബിനെ, ഖലീലിനെ അള്ളാഹു കണക്കാക്കിയ വഴിയിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയായിരുന്നു. ആ കൊണ്ടുപോകുന്നത് അള്ളാഹു പരീക്ഷണമാണോ നിശ്ചയിച്ചതെങ്കിൽ പരീക്ഷണത്തിന്റെ ഇടത്തിലാണ് എത്തിപ്പെടുന്നത്. ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ മേഖലയാണോ അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ എത്തിപ്പെടുന്നത് അവിടെയായിരിക്കും. രക്ഷയും സമാധാനവുമാണോ അള്ളാഹു കണക്കാക്കിയതെങ്കിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കയിലെ മുശരിക്കുകളും ഖുറൈശികളും അള്ളാഹുവിന്റെ ഹബീബിനോട് പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല അത്ഭുതങ്ങളും കാണിക്കാൻ അവർ ചോദിക്കുന്ന സമയത്ത് ആരംഭ നബിതങ്ങൾ പലപ്പോഴും പ്രതികരിക്കുന്നു. ചിലത് അവർ പറയുന്നത് നബിതങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ചിലത് അവർ ആവശ്യപ്പെടുന്നത് നബിതങ്ങൾ അവഗണിക്കുന്നു, കണക്കിലെടുക്കാതെ പോകുന്നു. ഇതൊക്കെയും അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. മക്കയിലെ മുശ്രിക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തിയിട്ട് വളരെയധികം പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച അള്ളാഹുവിന്റെ ഹബീബിനെ അവസാന നാളാകുമ്പോ മക്കയിൽ നിന്ന് പോവേണ്ട സമയമാകുമ്പോഴത്തേക്ക് മക്കയിലെ മുശ്രിക്കുകൾ മറ്റു പലതുമാണ് ചോദിക്കുന്നത്. പല അത്ഭുതങ്ങളുമാണ് അവർ ചോദിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന പർവ്വതങ്ങൾ മുഴുവനും അവിടെ നിന്ന് നീങ്ങിപ്പോയി അവിടെയാകെ അരുവി ഒഴുകണം, മറ്റു നാടുകളെ പോലെ നല്ല നാടായി മാറണം, നല്ല അരുവികളുള്ള നാട്, നല്ല തോട്ടങ്ങളുള്ള നാട്, നല്ല അരുവികളും തോട്ടങ്ങളുമുള്ള നല്ല നാടായി മക്കയെ മാറ്റിക്കൊടുക്കാനാ ചിലപ്പോൾ അവരാവശ്യപ്പെടുന്നത്. മറ്റു ചിലപ്പോൾ മലക്കിനെ ഇറക്കാനാണ് ആവശ്യപ്പെടുന്നത്. പലതും അവരാവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയായിരുന്നില്ല, വാശിക്കായിരുന്നു, മത്സര ബുദ്ധിയോടുകൂടെയായിരുന്നു, നബിയെ പ്രയാസപ്പെടുത്താനായിരുന്നു. ഇതൊക്കെയും തിരിച്ചറിയുന്ന യജമാനൻ പലതും അവർ ചോദിക്കുന്നതിന് മറുപടി പറയാതെയാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് നിൽക്കാൻ പറയുന്നത്. പലതും കാണിച്ചു കൊടുക്കാതിരിക്കുകയാണ്. എന്തു തന്നെ അവരാവശ്യപ്പെടുന്നത് അവർക്ക് കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് ചില ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് വിവരം നൽകിയിട്ടുണ്ട്. ഇന്നല്ലദീന ഹഖ്ഖത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം. എന്തു തന്നെ അവർക്ക് കാണിച്ചു കൊടുത്താലും വിശ്വസിക്കില്ല എന്ന് അള്ളാഹു തീരുമാനിച്ച ആളുകൾ അങ്ങയോട് എന്താവശ്യപ്പെട്ട് എന്തത്ഭുതം കാണിച്ചു കൊടുത്താലും അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവർ ആവശ്യപ്പെട്ടത് നബി തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
ചില കല്ലുകൾ നബി തങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോ നബി തങ്ങൾ അത് കാണിക്കുന്നു. മരങ്ങൾ നടന്നു വരാൻ ആവശ്യപ്പെടുമ്പോ നബി തങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നടന്നു വരുന്നുണ്ട്. ഒട്ടകങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഉടുമ്പ് സംസാരിച്ചതുണ്ട്. പലതും പല സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതര പ്രവാചകന്മാരെ മുഅ്ജിസത്ത് പോലെയായിരുന്നില്ല അള്ളാഹുവിന്റെ ഹബീബിന്റേത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പല മുഅ്ജിസത്തുകളും ചില കാര്യങ്ങളിൽ പരിമിതമായിരുന്നു. മുഅ്ജിസത്തുകൾ ഇന്നതാണ് അവരുടെ മുഅ്ജിസത്ത് എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട ഏതാനും മുഅ്ജിസത്തുകളായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ യജമാനരായ, സർവ്വലോകത്തിന്റെയും യജമാനരായ, എല്ലാ ലോകത്തിന്റെയും അടിസ്ഥാന ഗണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച് സൃഷ്ടിച്ച് അതിൽ നിന്ന് സർവ്വലോകങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ പടപ്പുകളിൽ മുഴുവനും അധികാരമാണ്. അവിടെയൊക്കെയും അല്ലാഹുവിന്റെ റസൂല് വേണമെങ്കിൽ അത്ഭുതം കാണിക്കുകയാണ്. നബി തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തും ചെയ്യാൻ, നബിക്ക് വഴിപ്പെടാൻ സകല പടപ്പുകളും തയ്യാറാവുകയാണ്. കല്ലും മണ്ണും ഒട്ടകവും എല്ലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറിൽ നിന്ന് പടക്കപ്പെട്ടതുകൊണ്ട്, അതെല്ലാം അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവയിലാണോ ആരംഭ നബി തങ്ങൾ അത്ഭുതം കാണിക്കേണ്ടതെങ്കിൽ അത് കാണിക്കാൻ അവിടുന്ന് തയ്യാറാവുകയാണ്. അതൊക്കെയും നടക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് അങ്ങനെയായിരുന്നു, അത്ഭുതങ്ങൾ അങ്ങനെയായിരുന്നു, അവിടുത്തെ നുബുവത്തിന്റെ തെളിവ് അങ്ങനെയായിരുന്നു. എന്തിൽ വേണമെങ്കിലും അവിടത്തേക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. പലപ്പോഴും അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു ചന്ദ്രൻ പിളർന്ന് കാണിക്കാൻ അവരാവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് കാണിച്ചു കൊടുത്തത്. പലതും ആവശ്യപ്പെട്ടത് നടക്കാതെ പോയപ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് അത് കാണിച്ചു കൊടുക്കാതിരുന്നപ്പോഴും ചന്ദ്രനെ പിളർത്തി കാണിക്കാനാ ഒരിക്കൽ അവരാവശ്യപ്പെട്ടത്. 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെ 2 ഭാഗത്താക്കി പിളർത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുമ്പോ ആരംഭ നബി തങ്ങൾ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പർവ്വതത്തിന്റെ മുകളിലായി ആ ചന്ദ്രൻ നിൽക്കുന്നത്, ആ ചന്ദ്രൻ പൊട്ടി മാറി നിൽക്കുന്നത് പോലെ മാറി നിൽക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പല ആളുകളുടെയും ഈമാനിന് വഴിവെച്ചിട്ടുണ്ട്. പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് അതവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് തന്നെ കാണിച്ചു കൊടുത്താലും പലപ്പോഴും അവർ വല്ലാത്ത സിഹറാണല്ലോ മുഹമ്മദേ, ഇത് എല്ലാം ചെയ്യാൻ പറ്റുന്ന വിധം സിഹറാണല്ലോ എന്ന് പറഞ്ഞ് അവർ ഈമാനിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഖലീല്, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു ഒരുക്കിയ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആരംഭ നബി തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി അവിടുന്ന് നിർവഹിക്കുകയാണ്. ആദ്യകാലത്ത് രഹസ്യമായി അള്ളാഹുവിന്റെ ഹബീബ് പ്രബോധനം ചെയ്തതിനു ശേഷം പിന്നീട് പരസ്യമായി പ്രബോധനം നടത്തുമ്പോഴും പീഡനങ്ങളും പ്രയാസങ്ങളും ഒരുപാട് നേരിടേണ്ടി വന്ന നബി തങ്ങൾ അബൂ താലിബും ഖദീജ ബീവിയും മരണപ്പെട്ടതിന് ശേഷം ത്വായിഫിലേക്ക് ചെന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്ന നബി തങ്ങൾ ഒന്നും അവസാനിപ്പിക്കുകയായിരുന്നില്ല. അവിടെയുണ്ടായിരുന്ന പല ഗോത്രങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ആരംഭ നബി തങ്ങൾ ദീനിന്റെ പ്രബോധനം നടത്തുകയാണ്. മഹാന്മാരായ സ്വഹാബി വര്യന്മാർ വിവരിച്ചത് കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഗോത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോട് പറയുന്നത്, എന്റെ ഖുറൈശികൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണ്, എന്നെ തടയുകയാണ്, എന്നെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ എന്നെ സഹായിക്കുമോ ഈ ദീനൊന്ന് പ്രബോധനം നടത്താൻ? ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി, എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ആ റബ്ബിന്റെ കാര്യമൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ആരംഭ നബി തങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. ഉഖാദ് ചന്ത, മിജന്ന ചന്ത, ദിൽ മജാസ് എന്ന് പറയുന്ന പല മാർക്കറ്റുകളും ചന്തകളും മക്കയിൽ പ്രസിദ്ധമാണ്. പല നാടുകളിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾ വളരെ നേരത്തെ വന്നുകൊണ്ട് ശവ്വാൽ മാസത്തിൽ തന്നെ വന്നുകൊണ്ട് പല മക്കയുടെ പല ഭാഗങ്ങളിലായി അവർ വലിയ മാർക്കറ്റുകളും ചന്തകളും ഉണ്ടാക്കാറുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന, പലപ്പോഴായി നടക്കുന്ന ചന്തകൾ. ഉഖാദ് ചന്ത പ്രസിദ്ധമാണ്, മിജന്നയും ദിൽ മജാസും എല്ലാം പ്രസിദ്ധമാണ്. വിവിധ നാടുകളിൽ നിന്ന് വന്ന ആളുകൾ താമസിക്കുന്ന ഇടങ്ങളായിരുന്നു അത്. അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളായിരുന്നു. അവരിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങി ചെല്ലുന്നത്. അവരോട് ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം പറയുന്നു, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുന്നു. ദീനിന്റെ പ്രബോധനം നടത്തുമ്പോഴൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിനെ പലപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല, അവരൊക്കെയും നിരാകരിക്കുകയാണ്. സ്വന്തം ജനത തള്ളിപ്പറഞ്ഞ ഒരാൾ, സ്വന്തം ജനത ഒഴിവാക്കിയ ഒരാൾ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന പല നാടുകളിൽ നിന്ന് വന്ന ആളുകളും പലപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിരുന്നത്. ആമിർ ബിൻ സലമ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം അവസാനം വിശ്വസിച്ചയാളാണ്. അദ്ദേഹം പറയുന്നത്, വിശ്വസിച്ചതിന് ശേഷം അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങൾക്ക് അള്ളാഹു സ്വർഗം നിഷേധിക്കാതിരിക്കട്ടെ,
ഞങ്ങൾക്ക് അള്ളാഹു സ്വർഗം തടയാതിരിക്കട്ടെ. എത്ര തവണകളാ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് വന്ന് ദീനിന്റെ പ്രബോധനം നടത്തിയിരുന്നത്. എന്നെയൊന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമോ? എന്റെ ഈ ദൗത്യം ഒന്ന് നിർവഹിക്കാൻ, ഈ പ്രബോധനം ഒന്ന് നടത്താൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം ആലോകരെ അറിയിക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് 3 വർഷങ്ങളിൽ ഞങ്ങൾ മക്കയിലേക്ക് കച്ചവടത്തിന് വരുമ്പോ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. ഞാനൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ നാട്ടിലേക്ക് ചെന്ന് ഹൗദത്ത് ബിൻ അലി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളോട് വിവരങ്ങൾ അന്വേഷിക്കുമ്പോ ഞാൻ പറഞ്ഞു, മക്കയിലെ മൗസിമിൽ ചന്തയിലേക്ക് വന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ ദീനിന്റെ പ്രബോധനം നടത്തുന്നു. പുതിയ മതമാണ് അദ്ദേഹം പറയുന്നത്, ഏക ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കാനാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നു. പിറ്റേ വർഷവും ഇത് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുന്നു, ആരാണത്? ഖുറൈശികളിൽപ്പെട്ട ഒരാളാണ്. ആ സമയത്ത് ഹൗദ ചോദിക്കുന്നത്, അഹുവ മുഹമ്മദ് ബിൻ അബ്ദുൽ മുത്തലിബ്? അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ മുഹമ്മദ് ആണോ അത്? അതെ എന്ന് ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആ മുഹമ്മദിന്റെ ദീനാണ് നമ്മുടെ നാട്ടിൽ ഇനി ജയിക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ മാത്രമാണോ? അല്ല, സകല നാടുകളിലേക്കും ആ ദീന് വ്യാപിക്കും, ആ മതം പരക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പിന്നീടാണ് വിശ്വസിച്ചിരുന്നത്. എനിക്ക് ആ സ്വർഗം തടയാതിരിക്കട്ടെ, എന്റെ മുമ്പിലേക്ക് വന്ന് 3 തവണയും അള്ളാഹുവിന്റെ റസൂൽ ഈ ദീനിന്റെ പ്രബോധനം നടത്തി എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതിന് കൂട്ടാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആമിർ ബിൻ ബനി സഅസ എന്ന് പറയുന്ന ഒരു ഗോത്രം, ആ ഗോത്രത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് ചെന്നുകൊണ്ട് പറഞ്ഞു, ഫഇന്ന ഖുറൈശം മനഊനി, എന്റെ ജനത, എന്റെ വിഭാഗം, എന്റെ കുടുംബം എന്നെ തടയുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? എന്റെ ഈ ദീനിന്റെ പ്രബോധനം ഒന്ന് നടത്താൻ നിങ്ങളുടെ സഹായം എനിക്കൊന്ന് ലഭിക്കുമോ എന്നവിടുന്ന് ചോദിച്ചിട്ട് പറയുന്നു, ലാ ഉക്രിഹുക്കും, നിങ്ങളിൽ ഒരാളെയും ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല, അലാ ഷൈഇൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ എന്നാണ്. അവരോരോന്ന് ചോദിച്ചറിയുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, നബിയെ കുറിച്ച് ചോദിക്കുന്നു, അവിടുത്തെ കുടുംബത്തെ കുറിച്ച് ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോ ആരംഭ നബി തങ്ങൾ പറയുന്നു, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബമാണ്. അവര് ചോദിക്കുന്നു, അബ്ദു മനാഫിന്റെ മറ്റു മക്കളില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരാൻ എന്നെ പ്രയാസപ്പെടുത്തുന്നത്, എന്നെ കളവാക്കുന്നത്, എന്നെ ഓടിക്കുന്നത് അവരാണ്. ഈ സമയത്ത് ഈ ഗോത്രക്കാര് പറയുന്നത്, ഞങ്ങൾ നിന്നെ ആട്ടിയോടിക്കുന്നില്ല, നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നുമില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ഞങ്ങളോടൊപ്പം കഴിയാം. നിന്നെ ഞങ്ങൾ ആട്ടിയോടിക്കുകയില്ല, വിശ്വസിക്കാനും തയ്യാറല്ല, ഞങ്ങളോടൊപ്പം കഴിയാമെന്ന് പറയുമ്പോ ആരംഭ നബി തങ്ങൾ അവരുടെ കൂടെ കൂടുകയാണ്. അവരിൽ നിൽക്കുമ്പോഴാണ് ശേഷം അവരുടെ ഒരാൾ വരുന്നത്, ബഹീറ അല്ലെങ്കിൽ ബൈഹറ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവരുടെ കൂട്ടത്തിൽ കാണുമ്പോൾ ചോദിക്കുന്നു, ആരാണിത്? പരിചയമില്ലാത്ത ഒരാൾ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾ, ആരാണിത്? അവര് പറയുന്നു, മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ്. അദ്ദേഹത്തിന്റെ കാര്യം ഇതാണ്, പുതിയ മതമാണ്, പുതിയ ദീനാണ്, പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞപ്പോ സഹായിക്കുമോ എന്ന് ചോദിച്ചതാണ്. അദ്ദേഹം ചോദിക്കുന്നു ആ ഗോത്രത്തോട്, എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു, ഞങ്ങളോടൊപ്പം കൂടാമെന്ന് പറഞ്ഞു. അദ്ദേഹം വല്ലാതെ എതിർത്തു അവരെ. ഏതോ ഒരു നാട്ടിൽ നിന്ന് കച്ചവടത്തിന് വന്ന് ഒരല്പസമയം മാത്രം ഒരാളെ കാണുമ്പോ അയാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയോ? അയാളുടെ ജനത അദ്ദേഹത്തെ കൈവെടിഞ്ഞു എന്നല്ലേ പറഞ്ഞത്, അദ്ദേഹത്തെ പുറത്താക്കി എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങളാണോ കൂടെ കൂട്ടുന്നത്? വല്ലാത്ത മോശം തന്നെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളോട് അദ്ദേഹം പറയുന്നത്, എഴുന്നേൽക്കൂ, കും ഫൽഹഖ് ബി അഹ്ലിക്, പോയി ഇവിടുന്ന് നിന്റെ കുടുംബത്തിലേക്ക് പോ. ഫവല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൗലാ അൻത ഇൻദ ഖൗമി, എന്റെ ജനതയുടെ അരികിലല്ലായിരുന്നുവെങ്കിൽ നീ, എന്റെ ജനത നിനക്ക് സംരക്ഷണം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ഒരു വിഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ലളറബുതുനുക, നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു, പിരടി വെട്ടി കൊല്ലുമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് ആരംഭ നബി തങ്ങളെ പറഞ്ഞയക്കുമ്പോൾ തന്റെ വാഹനപ്പുറത്ത് കയറുകയാണ് നബി. ഒട്ടകപ്പുറത്തേക്ക് കയറുമ്പോ ആ ഒട്ടകത്തിന്റെ കാല് പോലും ഇദ്ദേഹം വന്ന് അടിച്ചു ഓടിക്കുമ്പോ ആ ഒട്ടകപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂൽ താഴേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരത്താ ലുബാ എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവരാരംഭ നബിയെ കൊണ്ട് വിശ്വസിച്ച സ്വഹാബി വനിതയാണ് റളിയല്ലാഹു അൻഹ. അവർ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, യാ ബനി ആമിർ, യാ ആല ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളില്ലേ? നിങ്ങളുടെ മുമ്പിൽ വെച്ചാണോ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ആരും ഇത് തടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോ അവരുടെ കൂട്ടത്തിലെ 3 ആളുകളെ എഴുന്നേറ്റുകൊണ്ട് ആരംഭ നബി തങ്ങൾക്ക് രക്ഷ നൽകുകയാണ്. ഈ ബൈഹറയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേരെയും ഈ 3 ആളുകളും ചെന്നുകൊണ്ട് അടിച്ച് വേദനിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ നിന്ന് രക്ഷിക്കുന്ന സമയത്ത് ആരംഭ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലിഹാഉലാ,
വൽ അന്നലാ ഹൗലാ, അല്ലാഹുവേ ഈ 3 പേർക്കും നീ നിന്റെ ബർക്കത്ത് നൽകണേ, മറ്റു 3 പേരെയും നീ ശപിക്കണേ എന്ന് നബിയെ പ്രയാസപ്പെടുത്തിയ നേരത്ത് നബിയെ രക്ഷിക്കാൻ വന്നവർക്ക് അനുകൂലമായും അവിടുത്തെ പ്രയാസപ്പെടുത്തിയവർക്കെതിരെയും അള്ളാഹുവിന്റെ റസൂൽ ആ കടുത്ത പ്രയാസത്തിന്റെ നേരത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ഈ 3 ആളുകളും പിന്നീട് ആരംഭ നബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ്. ഖതീഫ്, ഖതുഫാൻ, ഉർവ അല്ലെങ്കിൽ ഉറൈറ എന്ന് പറയുന്ന 3 പേരും ആരംഭ നബിയെ സഹായിച്ച് നബിയെ കൊണ്ട് വിശ്വസിച്ചയാളാണ്. ഈ ഗോത്രക്കാര് ബനു ആമിർ എന്ന് പറയുന്ന ഈ വിഭാഗം അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രായമായിരുന്ന ഒരാൾ, വല്ലാതെ പ്രായമുണ്ടായിരുന്ന ഒരാൾ, മക്കയിലേക്ക് വരാൻ കഴിയാത്തയാൾ, മൗസുമിലേക്ക് വരാൻ കഴിയാത്തയാൾ, അവരുടെ നേതാവ് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, വിവരങ്ങൾ ചോദിക്കുന്നു. മക്കയിലെ വിവരങ്ങളും മൗസുമിലെ വിവരങ്ങളും എല്ലാം ചോദിച്ചറിയുമ്പോൾ നടന്നതൊക്കെയും അവർ പറയുന്നു. എല്ലാം പറയുന്ന സമയത്ത് ഖുറൈശികളിൽപ്പെട്ടയാളാണ് ഈ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോ അദ്ദേഹം പറയുന്നത്, എന്താ നിങ്ങൾ പറയുന്നത്, എന്താ നിങ്ങൾ പറയുന്നത്? ഇനി നമുക്ക് വല്ല അവസരവുമുണ്ടോ അദ്ദേഹത്തെ കാണാൻ? ഇനി എന്ത് ചെയ്യും? ഇസ്മായിലി സന്തതികളിൽപ്പെട്ട ഒരാളും അതൊരിക്കലും കളവായി പറയുകയില്ല. ഇന്നഹു ലഹഖുൻ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹു അയച്ച ദൂതനാണ്, അദ്ദേഹം നബിയാണ്. ഫമാ കാന റഅയുകും ഫഅയ്ന റഅയുകും അല്ലദീ കാന ഇൻദകും, നിങ്ങളുടെയൊക്കെ റഅയ് എവിടെ പോയി? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ നല്ല ആളുകളായിരുന്നില്ലേ? നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മൗസുമിലേക്ക് ചെന്ന്, ചന്തകളിലേക്ക് ചെന്ന്, പല ഗോത്രങ്ങളിലേക്കും ചെന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രബോധനം നടത്തിയ സമയത്ത് അവിടത്തേക്കുണ്ടായിരുന്ന അനുഭവം വിവരിച്ചത് കാണാം. പലരും ആരംഭ നബി തങ്ങൾ അവർ വരുമ്പോഴൊക്കെയും അവരോട് പ്രബോധനം നടത്തുമ്പോ അവരൊന്നുമല്ല നബിയെ കൂട്ടുന്നത്. നബി എന്നെ കൊണ്ടുപോകുമോ, നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമോ, എനിക്ക് ഈ ദീനൊന്ന് പറയണം, ഈ ദീനൊന്ന് പ്രചരിപ്പിക്കണം, അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം, അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാകുന്നതുവരെ എനിക്കിവിടെ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരൊന്നുമല്ല കൊണ്ടുപോകുന്നത്. രാജാതിരാജനായ അള്ളാഹു ലോകം പടക്കുന്നതിന്റെ മുമ്പ്, നബിയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അവൻ തീരുമാനിച്ച ഒരു തീരുമാനമുണ്ട്. തന്റെ ഹബീബിനെ എത്തിക്കാൻ വേണ്ട ഒരു നാട്, ആ നാട്ടിലേക്ക് പോവാൻ, ആ നാട്ടിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ ഹബീബിന് വഴിയൊരുക്കുകയാണ്. അന്നത്തെ യസ്രിബ് മദീനയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കേന്ദ്രം. ആ മദീനയുടെ മണ്ണിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ ഹബീബിന് വഴിയൊരുക്കുകയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.